നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 2 കോഴിയാണ്. 4 കിലോയ്ക്കടുത്ത് തൂക്കം വരുന്ന 2 കോഴിയാണ് എടുത്തേക്കുന്നത്. നമുക്കിതിനെ ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനെ ഇവിടെ കഴുകി വൃത്തിയാക്കിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വറക്കാൻ ആവശ്യമായ മസാല റെഡിയാക്കാം. ചിക്കൻ വറക്കാൻ ആവശ്യമായി നമ്മളിവിടെ മസാല തയ്യാറാക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി 4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു 3 ടേബിൾ സ്പൂൺ തൈര്. അങ്ങനെ ചിക്കനിൽ ആവശ്യമായ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ചിക്കനിൽ നല്ല രീതിയിലൊന്ന് പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം ചിക്കനിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് മാരിനേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. ചിക്കൻ വറക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ അരി അളന്നെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ XXL ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് തന്നെയാണ്. അതായത് സെല്ല റൈസ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് റൈസ് അളന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് കഴുകി നമുക്ക് 1/2 മണിക്കൂർ നേരം കുതിർക്കാൻ വെക്കാം. ചിക്കൻ മസാല റെഡിയാക്കാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു പാൻ എടുത്ത് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ വറക്കാൻ എടുത്തിരുന്ന ആ വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കൂടാതെ അല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കാം.
ബിരിയാണി വേവിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമ്മൾ ചൂടാക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബിരിയാണി കൂട്ടി ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കുരുമുളക്, തക്കോലം എന്നിവയാണ് ഇതിനകത്തുള്ളത്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായി നമ്മളിവിടെ 14 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തിരിക്കുന്നത് അതിന് ഈക്വലായിട്ട് തന്നെ വേണം നമ്മൾ വെള്ളം എടുക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ തക്കാളിയും സവാളയും നല്ല രീതിയിലൊന്ന് വഴന്ന് വേണം നമുക്ക് കിട്ടാൻ. തക്കാളി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം. നമുക്ക് ചോറുമേൽ ഉപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ വെള്ളം ഏകദേശം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അരി ഉടയാതെ വേണം നമുക്കിതൊന്ന് യോജിപ്പിക്കാൻ. നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ആവശ്യമായ തക്കാളി സവാള എല്ലാം നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, ബിരിയാണി മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുരുമുളക്, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മസാല ഏകദേശം ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിന് എണ്ണ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ചിക്കനും കൂടെ ഒന്ന് നന്നായി വെന്ത് വരുന്ന വരെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ചിക്കനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ബിരിയാണി ചോറ് ഏകദേശം ഇവിടെ ഒരു 90% വെന്തിട്ടുണ്ട്. നമുക്കിത് ഇനി ദം ചെയ്യാം. ദം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ബിരിയാണി റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണിക്ക് ആവശ്യമായി ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. അതിനായി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം.
നെയ്യ് ഏകദേശം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഏകദേശം ഇപ്പം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സവാള നമുക്ക് വറുത്തെടുക്കാം. ബിരിയാണി നമുക്ക് ദം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ ആ പാത്രം തന്നെയാണ് റൈസ് നമ്മൾ മാറ്റി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചേർത്തതിന് ശേഷം പാത്രത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇതെത്തുന്നതിന് വേണ്ടി ഒന്ന് കറക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ലെയർ ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ദം ചെയ്യുന്നത് ലെയർ ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 1 ലെയർ ചിക്കൻ ചേർത്തു. കൂടാതെ 1 ലെയർ ബിരിയാണി ചോറും നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. കൂടാതെ മല്ലിച്ചെപ്പും പുതിനയും കശുവണ്ടി, മുന്തിരിങ്ങ, വറുത്ത് എടുത്തിരിക്കുന്ന സവാള. ഇതേപോലെ വീണ്ടും നമുക്ക് 1 ലെയർ ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ബിരിയാണി ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ, മല്ലിച്ചപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തത്. നമുക്കിവിടെ ബാക്കിയായിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3ാമത്തെ ലെയറാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഗ്രേവി ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ബാക്കി വന്ന ചോറ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാന ലെയറും വിരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാലൻസ് വന്ന ഈ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വറുത്തത്, മല്ലിച്ചപ്പും പുതിനയും. ഇനി നമുക്കിത് ചെറു തീയിൽ ദം ചെയ്യാം. അടച്ചു വെച്ച് നമുക്കിതൊന്ന് ചെറു തീയിൽ ദം ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഇതിൻ്റെ മേലെ കനൽ വാരിയിട്ട് ഇതിൻ്റെ അടപ്പ് മാവും കൊണ്ട് അടച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിവിടെ സ്റ്റൗവിലാണ് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിന് മേലെ ഒരു വെയിറ്റ് എടുത്ത് വെക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് നമ്മൾ ഈ അടപ്പിന് മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് ചെറു തീയിൽ വേണം നമുക്കിത് ദം ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 2 മിനിറ്റ് 5 മിനിറ്റോളം നമുക്ക് ടൈം കൊടുക്കണം ഇത് ദമ്മാകാൻ. അതിനുശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി എന്തായാലും നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.